മേൽക്കാവിൽ തൊഴുത് ഇറങ്ങി. ഇപ്പോൾ കീഴ്ക്കാവിലും കൂടി ഒന്ന് പോകണം. അവിടെ അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. കീഴ്ക്കാവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഗജരാജനൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് അവിടെ നിന്ന് പോയി അങ്ങോട്ട് പോകും. ഒരാളെ കാണിച്ചു തരാം കേട്ടോ. അതാണ്ടോ അതാ നിൽക്കുന്നത്. അടുത്തേക്ക് പോയാൽ ശരിയല്ലേ? ഇപ്പോൾ ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല, നല്ല തീറ്റയല്ല. അപ്പോൾ നമുക്ക് കീഴ്ക്കാവിൽ പോയിട്ട് തൊഴുതിട്ട് പോരാം. ഇവിടെ ഒരാളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഉണ്ടാ, ഇവിടെ ഒരാളുണ്ട്. ഉണ്ടാ, ഫോട്ടോ എടുക്കണ അത്ര ഇഷ്ടമല്ല തോന്നുന്നു. അതല്ലാട്ടിക്ക് അതല്ലാട്ടിക്ക് ആള് നല്ല മൈൻഡ് വിട്ട് നിൽക്കുക. കാശിക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എല്ലാം കൊണ്ടും ആകെ ഇതായിപ്പോയി, എത്തിപ്പെടാൻ പറ്റിയില്ല. എന്തായാലും അന്നൊന്നും ഇവിടെ വരാനും പറ്റിയില്ല. നമ്മൾ മേൽക്കാവ് കഴിഞ്ഞിട്ട് ഇതാ കീഴ്ക്കാവിൽ വന്ന്. അപ്പോൾ കീഴ്ക്കാവിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ക്യാമറ അലോഡല്ല. അപ്പോൾ അങ്ങോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ ബൈ. അങ്ങനെ കീഴ്ക്കാവിൽ തൊഴുതിട്ട് കയറിയിട്ടോ. കീഴ്ക്കാവിലും മേൽക്കാവിലും തൊഴുതു, നല്ലവണ്ണം പ്രാർത്ഥിച്ചു. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്ക് അധികം ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരിയൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ എത്തിപ്പെടാൻ എവിടേക്കേ പോകണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. പക്ഷേ നമ്മുടെ സന്നിധിയിലോട്ട് വരാനാവും ചിലപ്പോൾ യോഗം. എന്ന് വെച്ചാൽ അന്ന് മകൻ തൊഴിലിൻ്റെ അന്ന് ഞാൻ അമ്മേനോട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ അന്നാണ്. അന്ന് അതിന് പറ്റിയില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെ ചോറ്റാനിക്കര ഒന്ന് പോകണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞിരുന്ന അതൊന്നും പറ്റിയില്ല. പിന്നെ അന്ന് രാത്രിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിറ്റേ ദിവസം അച്ഛൻ്റെ നാളല്ലേ, ഉത്തരം നാളല്ലേ, അപ്പോൾ പിറ്റേ ദിവസം പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ്. അന്ന് രാത്രിയാണ് അച്ഛൻ കൊണ്ടുപോയത്. അവർ ഹാപ്പിയായിട്ട് കഴിയട്ടെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു വഴിപാടും കാര്യങ്ങളൊക്കെ അവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ലവണ്ണം പ്രാർത്ഥിച്ചു. പക്ഷേ എന്താ പറയുക, മനസ്സിനിപ്പോഴൊരു വിങ്ങല. സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. ഊണിലും ഉറക്കത്തിലും എല്ലാം അതിന് വിഷമം. ഞാൻ മരിക്കോളം ചിലപ്പോൾ പോയിന്ന് വരില്ല. പക്ഷെ അത് നമ്മളൊന്ന് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാവും ചിലപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് തന്നെ അമ്മ മരണപ്പെടുന്നത്. അപ്പോൾ ആ ഡേറ്റും കാര്യങ്ങളും എന്തായാലും ഇപ്പോൾ നമ്മൾ ഓർക്കുമല്ലോ. എന്തായാലും അമ്മയ്ക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ